കണ്ണൂർ ട്രെയിൻ തീപിടുത്തം ഞെട്ടിപ്പിക്കുന്ന സംഭവമെന്ന കെ സുരേന്ദ്രൻ തീവപ്പിന് തീവ്രവാദ ബന്ധമുണ്ട്. തീവപ്പ് ആവർത്തിച്ചത് സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. ട്രെയിനിൽ ഇത് രണ്ടാം തവണയാണ് തീപിടിക്കുന്നത്. ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. 3 മാസത്തിനിടയിൽ രണ്ടാമത്തെ തവണയാണ് ഒരേ തീവണ്ടിക്ക് തീവെപ്പുണ്ടാവുന്നത്. ആദ്യത്തെ തീവെപ്പ് കേസിൽ മതഭീകരവാദ സംഘടനകളുടെ സാന്നിധ്യം ബോധ്യപ്പെട്ടതാണ്. തീവ്രവാദ ശക്തികൾ സംസ്ഥാനത്ത് വളരെ ശക്തമായി ഇപ്പോഴും പ്രവർത്തിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് കണ്ണൂരിൽ കണ്ടത്. മതഭീകരവാദികളുടെ സ്ലീപ്പർ സെല്ലുകളെ സംസ്ഥാന ഗവൺമെന്റ് നിരീക്ഷിക്കുന്നേയില്ല. തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമ്പോഴും സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വലിയ തോതിലുള്ള കൃത്യവിലോപമാണ് ഉണ്ടാവുന്നത്. സംസ്ഥാന ഗവൺമെന്റിന്റെ അനാസ്ഥയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാൻ കാരണം. മതഭീകരവാദ ശക്തികൾക്ക് വോട്ട് ബാങ്ക് ഉള്ളതുകൊണ്ടാണ്, അവരുടെ രാഷ്ട്രീയ പാർട്ടികളുമായി സഖ്യമുള്ളതുകൊണ്ടാണ് ഗവൺമെന്റ് അവരെ പിന്തുണയ്ക്കുന്നത്. സംസ്ഥാനത്ത് തീവ്രവാദ ശക്തികൾ അതിവേഗം ശക്തിപ്പെടുകയാണ്. PFI നിരോധനത്തിന് ശേഷവും സംസ്ഥാനത്ത് അവരുടെ സ്ലീപ്പർ സെല്ലുകൾ ശക്തമായി പ്രവർത്തിക്കുകയാണ്. അത് കണ്ടുപിടിക്കാനോ അമർച്ച ചെയ്യാനോ സംസ്ഥാന ഗവൺമെന്റിന് സാധിക്കുന്നില്ല. തുടർച്ചയായി NIA നടത്തുന്ന റെയ്ഡുകളും അന്വേഷണങ്ങളും മാത്രമാണ് അതിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് കേരളം മുമ്പോട്ട് പോകുന്നത്. വോട്ട് ബാങ്കിനു വേണ്ടി കേരളം രാഷ്ട്ര സുരക്ഷയെ ബലി കൊടുക്കുകയാണ്. ഈ സംഭവങ്ങൾക്ക് ഉത്തരവാദി സംസ്ഥാന ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങളാണ്, അവരുടെ പിടിപ്പുകേടാണ്. ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് ജനങ്ങളിൽ വലിയ തോതിൽ ഭയാശങ്കയാണ് ഉണ്ടാക്കുന്നത്. അല്ല, അന്വേഷണം എന്ന് പറഞ്ഞാൽ കേരള ഗവൺമെന്റ് എന്ത് അന്വേഷിക്കാനാണ്? അവരെന്ത് അന്വേഷിച്ചിട്ടാണ് ഇവിടെ കാര്യങ്ങൾ നടത്തുന്നത്? അവര് സോഫ്റ്റ് ലൈനാണ് എടുക്കുന്നത്. മതഭീകരവാദ ശക്തികളുമായി ചേർന്ന് എവിടെയെങ്കിലും ഒരു സംസ്ഥാന ഗവൺമെന്റ് ഭീകരവാദികളെ പ്രോത്സാഹിപ്പിക്കാറുണ്ടോ? ഈ ഗവൺമെന്റ് ഭീകരവാദികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഗവൺമെന്റാണ്. PFIക്കാരെ പാർട്ടിയിലെടുക്കുന്ന തിരക്കിലാണ് മുഹമ്മദ് റിയാസും കുഞ്ഞാലിക്കുട്ടിയും. ലീഗുകാരും CPMകാരും ചേർന്ന് മത്സരിച്ച് PFIക്കാരെ പാർട്ടി ചേർത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സംശയമില്ലല്ലോ. കഴിഞ്ഞ തവണ ഇത് തന്നെയല്ലേ സംഭവിച്ചത്. എലത്തൂരിൽ കണ്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഈ സംഭവം നടന്ന് 100 മീറ്റർ അകലെയാണ് ഒരു വലിയ ഓയിൽ ടാങ്ക്, ഒരു വലിയ അതായത് വലിയ മാരകമായ സ്ഫോടനം നടത്താവുന്ന രീതിയിലുള്ള പ്ലാനാണ്. ഇത് തന്നെയാണ് എലത്തൂരിലും കണ്ടത്.